നിങ്ങളൊരു ITI, ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും വൊക്കേഷണൽ കോഴ്സ് കഴിഞ്ഞ ആളാണോ? യോഗ്യതയൊക്കെയുണ്ട്, പക്ഷെ പ്രവൃത്തി പരിചയമില്ലാത്തതുകൊണ്ട് ഒരു നല്ല ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷവാർത്തയുണ്ട്. കേരള സർക്കാർ ഈയൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ പുതിയ സംരംഭം എന്താണെന്നും അത് നിങ്ങളെപ്പോലുള്ളവരെ എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നതെന്നും നമുക്കൊന്ന് വിശദമായി നോക്കാം. അപ്പോ ഈ വിഷയം മുഴുവനായി മനസ്സിലാക്കാൻ നമ്മളൊരു 5 കാര്യങ്ങളിലൂടെ കടന്നുപോകും. ആദ്യം, എന്തുകൊണ്ടാണ് ഈ പ്രവൃത്തി പരിചയമില്ലായ്മ ഇത്ര വലിയൊരു പ്രശ്നമാകുന്നത് എന്ന് നോക്കാം. അതിനുശേഷം സർക്കാരിന്റെ പുതിയ ഉത്തരവ് എങ്ങനെയാണിതിനൊരു പരിഹാരമാകുന്നത് എന്ന് കാണാം. ഇത് എത്രമാത്രം അവസരങ്ങൾ തുറന്നുതരുന്നു, എന്തുകൊണ്ടിത് കേരളത്തിന് തന്നെ പ്രധാനപ്പെട്ടതാകുന്നു, പിന്നെ ഏറ്റവും പ്രധാനമായി ഈ അവസരം നിങ്ങൾക്കെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും നമ്മൾ ചർച്ച ചെയ്യും. ശരി, നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. പ്രവൃത്തി പരിചയത്തിന്റെ വിടവ്. ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും കാര്യം പിടികിട്ടിയിട്ടുണ്ടാകുമല്ലേ? കാരണം സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാർക്കിടയിൽ ഇതൊരു വലിയ തലവേദനയാണ്. ഈ ചോദ്യം ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും നല്ല പരിചയമുണ്ടാകും. നല്ല മാർക്കോടെയൊക്കെ കോഴ്സ് പാസ്സാകും. പക്ഷേ ഒരു ജോലിക്കായിട്ട് അപേക്ഷിക്കുമ്പോൾ കമ്പനിക്കാർ ആദ്യം ചോദിക്കുന്നത് പ്രവൃത്തി പരിചയമാണ്. അതെവിടെ നിന്ന് കിട്ടാനാണ്? ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. കേരളത്തിൽ ഓരോ വർഷവും ടെക്നിക്കൽ കോഴ്സുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതേ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതായത് പുസ്തകത്തിൽ പഠിച്ച അറിവ് മാത്രം വെച്ച് ഇത്രയും മത്സരമുള്ള ഒരു തൊഴിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ പലരും ശരിക്കും ബുദ്ധിമുട്ടുകയാണ്. അപ്പോ ഈ ഒരു വലിയ പ്രശ്നത്തിന് സർക്കാർ എന്താണൊരു പരിഹാരമായി കാണുന്നത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. കേരളത്തിന്റെ പുതിയ സർക്കാർ ഉത്തരവ്. ഈ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് പുതിയൊരു സംഭവമൊന്നുമല്ല. 1961 മുതൽ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നിയമമാണിത്. ഇതിന്റെ ലക്ഷ്യം വളരെ ലളിതമാണ്. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ കമ്പനികളിലും സ്ഥാപനങ്ങളിലും പോയി പ്രായോഗിക പരിശീലനം, അതായത് ഓൺ ദ ജോബ് ട്രെയിനിംഗ് നൽകുക. ഇനി പറയാൻ പോകുന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ നിലവിലുള്ള ഈ നിയമം ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. തൊഴിൽ നൈപുണ്യ വകുപ്പിന്റെ ഈ ഒരൊറ്റ ഉത്തരവ് കൊണ്ട് ആയിരക്കണക്കിന് പുതിയ അവസരങ്ങളാണ് തുറന്നുകിട്ടാൻ പോകുന്നത്. അപ്പോ ഈ പുതിയ ഉത്തരവ് കൊണ്ട് ശരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എത്ര അവസരങ്ങളുണ്ടാകും? ഏതൊക്കെ മേഖലകളിലാണ് ഇതിന്റെ ഗുണം കിട്ടുക? നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് പോകാം. ഈ കാണുന്ന നമ്പർ 15%. ഇതാണ് ഈ പുതിയ ഉത്തരവിലെ ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ട മാത്രം. എന്താണ് ഈ 15%? ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. പണ്ട് ഒരു സർക്കാർ ഓഫീസിൽ ഒരു 100 സ്ഥിരം ജീവനക്കാർ ഉണ്ടെന്ന് വയ്ക്കുക. അവിടെ ചിലപ്പോൾ 5-ൽ താഴെ അപ്രന്റീസുകളെ മാത്രമേ എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഈ പുതിയ ഉത്തരവ് വന്നതോടെ അവർക്ക് 15 പേരെ വരെ എടുക്കാം. എന്നുവെച്ചാൽ അവസരങ്ങൾ ഏകദേശം 3 ഇരട്ടിയായി വർദ്ധിക്കുകയാണ്. ഇത് ശരിക്കും നമ്മുടെ പൊതുമേഖലയിലെ ട്രെയിനിംഗ് രംഗത്തൊരു വലിയ മാറ്റം തന്നെയാണ്. ഈ അവസരങ്ങൾ 1-2 മേഖലകളിൽ ഒതുങ്ങുന്നില്ല. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ മാത്രമല്ല, IT, കൺസ്ട്രക്ഷൻ, എന്തിന് വസ്ത്രനിർമ്മാണ മേഖലയിൽ വരെ 100 കണക്കിന് ട്രേഡുകളിൽ ഈ പരിശീലനത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ പലതരം യോഗ്യതകളുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഭാഗമാകാൻ പറ്റും. ഇതൊരു സർക്കാർ ഉത്തരവ് എന്നതിനപ്പുറം ഇതെങ്ങനെയാണ് വിദ്യാർത്ഥികളുടെയും നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെയും ഭാവിയെ സ്വാധീനിക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഈ സ്ലൈഡ് നോക്കിയാൽ ആ വ്യത്യാസം വളരെ കൃത്യമായി മനസ്സിലാകും. ക്ലാസ് റൂമിൽ നമ്മൾ പഠിക്കുന്നത് തിയറിയാണ്, അടിസ്ഥാനപരമായ അറിവാണ്. എന്നാൽ അപ്രന്റീസ്ഷിപ്പ് എന്താ ചെയ്യുന്നത്? ആ അറിവ് എങ്ങനെ ഒരു യഥാർത്ഥ ഓഫീസിൽ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണിത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഇതിന്റെ ഗുണം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, പ്രാക്ടിക്കൽ ട്രെയിനിംഗ് കിട്ടിയ ഉടനെ തന്നെ ജോലിക്ക് കയറാൻ പറ്റുന്ന ആളുകളെ കിട്ടാൻ കമ്പനികൾക്കും താൽപ്പര്യമുണ്ട്, അല്ലേ? അപ്പോ ഇങ്ങനെ കഴിവുള്ള ഒരു യുവതലമുറ ഇവിടെ വളർന്നു വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വലിയൊരു മുതൽക്കൂട്ടു തന്നെയാണ്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാകും. ഓക്കേ, ഇതെല്ലാം കൊള്ളാം, പക്ഷേ എനിക്കിതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും, അല്ലേ? നമുക്ക് നോക്കാം. ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങളുടെ ടെക്നിക്കൽ കോഴ്സ് പൂർത്തിയാക്കുക. അത് കഴിഞ്ഞ് നേരെ ഒരു ജോലിക്കായിട്ട് അലയുന്നതിനു പകരം
ഈ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ എവിടെയൊക്കെയുണ്ടെന്ന് നോക്കി അതിന് അപേക്ഷിക്കുക. 1 വർഷത്തെ ട്രെയിനിങ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നായിരിക്കും പ്രവൃത്തി പരിചയം. അതോടെ നല്ലൊരു ജോലിയിലേക്കുള്ള വഴി കുറച്ചുകൂടി എളുപ്പമാകും. ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കിട്ടുന്നത് വെറും എക്സ്പീരിയൻസ് മാത്രമല്ല. ഈ ട്രെയിനിങ് സമയത്ത് നിങ്ങളുടെ പോക്കറ്റ് മണിക്കൊരു സ്റ്റൈപ്പൻഡ് എല്ലാ മാസവും കിട്ടും. അതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങൾ ജോലി ചെയ്യുന്ന ഫീൽഡിലുള്ള പ്രൊഫഷണലുകളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ഈ പരിചയവും കോൺടാക്റ്റുകളും ഒരുപക്ഷെ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, കേരള സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം നമ്മുടെ സംസ്ഥാനത്തെ ചെറുപ്പക്കാർക്ക് ശരിക്കും വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഇത് കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിൽ പഠനം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് പേർക്ക് ഇതൊരു വഴികാട്ടിയാകും. അപ്പോ നമ്മുടെ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം ബാക്കിയുണ്ട്. കേരളത്തിൽ പഠനവും തൊഴിലും തമ്മിലുള്ള ആ വലിയ വിടവ് നികത്താൻ, ആ വഴി തന്നെ പുനർനിർവചിക്കാൻ ഈ പുതിയ നീക്കത്തിന് സാധിക്കുമോ?